സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന, അങ്ങേക്ക് ആരാധന. ആരാധന ആരാധന ആരാധന, അങ്ങേക്ക് ആരാധന. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ സാധാരണ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യരെയാണ്? ഈ ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ, പണമുള്ളവരെ, പ്രശസ്തരായവരെ, സൗന്ദര്യമുള്ളവരെ, ആരോഗ്യമുള്ളവരെ, മക്കളൊക്കെ നല്ല നിലയിലായി നല്ലൊരു വീടൊക്കെ പണിതു, നല്ലൊരു വാഹനമൊക്കെ വാങ്ങിച്ചു, അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് നേടിയെടുക്കുന്നവരാണ്, എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഈ ലോകത്തിലുള്ള ദരിദ്രരായ മനുഷ്യരെ ആരെങ്കിലുമൊക്കെ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ ഒരു ഭാഗ്യമായിട്ട് ആരും കണക്കാക്കാറില്ല. ആരെങ്കിലും അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ഈ ലോകത്തിലെ ദരിദ്രരെ ആരെങ്കിലുമൊക്കെ ഭാഗ്യവാന്മാരെന്ന് വിളിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യം ഒരു ഭാഗ്യമായിട്ട് ആരെങ്കിലും കരുതുവാനായിട്ട് തുനിയുമോ എന്നതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദാരിദ്ര്യം ആരും ഒരു ഭാഗ്യ അവസ്ഥയായിട്ട് കണക്കാക്കാറില്ല. ദരിദ്രരെ ആരും ഭാഗ്യവാന്മാർ എന്ന് വിളിച്ചിട്ടില്ല. ചോർന്നൊലിക്കുന്ന കുടിലിൽ ഭക്ഷണത്തിന് വകയില്ലാതെ കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് നീ എത്ര ഭാഗ്യവാനാണ് എന്ന് നമ്മളാരും പറയാനായിട്ട് ധൈര്യപ്പെടാറില്ല. അങ്ങനെ നമ്മളാരും പറയാറില്ല. അതിൻ്റെ കാരണം അതൊരു അരിഷ്ടാവസ്ഥയാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞത് മാറ്റാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ മന്ത്രിമാരുമൊക്കെ അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്, അതിനുവേണ്ടി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരാണ്. ആർക്കും ദരിദ്രരാകുവാനായിട്ട് താല്പര്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിചിത്രമായ ഒരു വചനം ഇവിടെ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലാണ് കർത്താവിൻ്റെ ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ പ്രസ്താവനയെക്കുറിച്ച് എന്തു തോന്നുന്നു? ആത്മാവിൽ ദരിദ്രരായ മനുഷ്യർ, അവരെ പുകഴ്ത്തി പറയുകയാണ് കർത്താവ്. അവർ ഭാഗ്യവാന്മാരാണെന്നാണ്. ഈ ഭാഗ്യവാൻ എന്നുള്ളതിന്
ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മക്കാരിയോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം അവർ സന്തോഷമുള്ളവരാണെന്നാണ്, അവർ വളരെയധികം ആനന്ദം അനുഭവിക്കുന്നവരാണ് എന്ന് കർത്താവ് അവരെക്കുറിച്ച് പറയുകയാണ്. ആത്മാവിൽ ദരിദ്രരായ മനുഷ്യരുടെ ഭാഗ്യത്തിൻ്റെ കാരണമെന്താണ്, അവരുടെ സന്തോഷത്തിൻ്റെ കാരണമെന്താണ് എന്നും കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്നാണ്. ഈ വാക്യത്തെ ചിലരെങ്കിലുമൊക്കെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള സമ്പത്തുമില്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം സ്വർഗം നൽകുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്കെങ്കിലും ഈ വാക്യം വായിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതായത് പണമുള്ളവരെ ആരും ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോവുകയില്ല. കഷ്ടമനുഭവിക്കുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക്, ദുഃഖം അനുഭവിക്കുന്നവർക്ക്, ദാരിദ്ര്യം പട്ടിണിയൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ആശ്വാസ സ്ഥലമാണ് സ്വർഗം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവർ, എന്നാൽ അതല്ല ഈ വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ആത്മാവിലുള്ള ദരിദ്രാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആത്മീയ ദാരിദ്ര്യമല്ല കേട്ടോ, ആത്മീകമായി ദാരിദ്ര്യമുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ജ്ഞാനവുമില്ലാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന, കേവലം ജഡികമായ സുഖങ്ങളുടെ പിന്നാലെ മാത്രം ജീവിതം ചെലവഴിച്ച് കളയുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് ആത്മാവിൽ ദരിദ്രർ എന്നല്ല, ആത്മീക ദാരിദ്ര്യമുള്ളവർ എന്ന് വേണം വിളിക്കാനായിട്ട്. ആത്മീക ദാരിദ്ര്യമുള്ളവർക്ക് സ്വർഗരാജ്യമുണ്ട് എന്നല്ല കർത്താവ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർക്കുള്ളതാണ് സ്വർഗരാജ്യം എന്നാണ്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതകാലത്ത് ആത്മാവിൽ ദരിദ്രരായി നമുക്ക് മാറാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് സമ്പന്നന്മാരായി തീരാനായിട്ട് സാധിക്കും. ആ സമ്പന്നത സ്വർഗരാജ്യം നേടിത്തരുവാനായിട്ട് പര്യാപ്തമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലെ നമ്മുടെ സമ്പാദ്യങ്ങൾ കൊണ്ട്, ഈ ലോകത്തിൽ നമ്മൾ നേടുന്ന പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് കഴിയാത്ത ഒരിടമാണ് സ്വർഗം. നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഒരല്പം സ്ഥലം വാങ്ങാനായിട്ട് എത്രമാത്രം പണം ചെലവഴിക്കേണ്ടി വരും എന്ന് നമുക്കറിയാം. അത് ചില ടൗണുകളിലാണെങ്കിലോ, എറണാകുളം പോലെയുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള ടൗണുകളിൽ പോയി ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണമെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് അത് സാധിക്കുകയില്ല. ഇനി അവിടെ നിന്ന് മാറി ബോംബെ ടൗണിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ ടൗണിൻ്റെ നടുവിൽ പോയി 1 ഏക്കർ സ്ഥലം വാങ്ങിക്കണമെന്ന് വെച്ചാൽ എത്ര പേർക്ക് സാധിക്കും? ഇനി അതല്ല, ഇവിടുന്ന് അമേരിക്കയിൽ പോയിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ നടുക്ക് ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുന്ന മനുഷ്യൻ ആരുണ്ട് നമ്മുടെ ഇടയിൽ? ഇനി ഈ ഭൂമിയിൽ ഒരുപക്ഷെ ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ബില്യണേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഏക്കറുകൾ വാങ്ങിക്കൂട്ടാൻ പറ്റും. പക്ഷേ എന്നാലും അവർക്ക് ഈ ഭൂമിയിലുള്ള സ്ഥലം മുഴുവനും വാങ്ങിക്കൂട്ടാനായിട്ടുള്ള പണം ഇല്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ കോടാനുകോടി ഗ്രഹങ്ങളിൽ ഒരു ചെറിയ ഗ്രഹമായ ഈ ഭൂമിയിൽ ഒരല്പം സ്ഥലം വാങ്ങുവാനായിട്ട് മനുഷ്യൻ സമ്പാദിച്ച, ഒരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ പണത്തിനും കഴിയാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യം കൊടുത്ത്, നമ്മുടെ അല്പമായ സമ്പാദ്യം കൊടുത്ത് ആ സ്വർഗത്തിന് വില പറയുന്നത്? ആ സ്വർഗത്തിൽ ഒരിടം വില കൊടുത്ത് വാങ്ങാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ഒന്ന് ചിന്തിക്കുന്നതാണ്. ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ഇവിടെ തന്നെ സ്വർഗം തീർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. ഇവിടെ തന്നെ ജീവിതം പരമാവധി ആസ്വദിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെയും ദൈവം വിളിക്കുന്നത് ഭോഷൻ എന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് അങ്ങനെ ധനവാനായ ഒരു കർഷകൻ്റെ കഥ പറയുന്നുണ്ട്. ആ മനുഷ്യൻ നല്ലൊരു കൃഷിക്കാരനാണ്, വളരെ അധ്വാനിച്ചു. അദ്ദേഹം വളരെ ധാന്യങ്ങൾ കൊയ്തുകൂട്ടി, അദ്ദേഹത്തിൻ്റെ കളപ്പുരകൾ പൊളിച്ചു പണിതു, പുതിയ സ്റ്റോർ ഹൗസുകൾ പണിതു. അങ്ങനെ അനേക വർഷങ്ങൾക്ക് ആവശ്യമായതെല്ലാം അദ്ദേഹം ശേഖരിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, സുഖിക്കുക, നിനക്ക് ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകുമെന്ന് ചോദിച്ചു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കർത്താവ് നടത്തുന്നുണ്ട്. നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അത് ശ്രദ്ധിക്കണം. ലൂക്കോസ് 12:21 വാക്യം അതിങ്ങനെയാണ്: ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനാകുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവ വിഷയമായുള്ള സമ്പന്നത അഥവാ ആത്മീകമായ ഒരു സമ്പന്നതയെക്കുറിച്ചാണ് കർത്താവ് അവിടെ സംസാരിച്ചത്. ഭൗതികമായിട്ടുള്ള സമ്പന്നതകൾ കൊണ്ട് നമുക്ക് പ്രയോജനം ഈ ലോകത്തിൽ കുറച്ചു കാലത്തേക്കൊക്കെ ഉണ്ട്. എന്നാൽ മരണത്തിനപ്പുറത്തേക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് നിത്യജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം
ദൈവവിഷയമായുള്ള സമ്പന്നതയാണ്. ദൈവവിഷയമായുള്ള സമ്പന്നത എങ്ങനെയാണ് പ്രാപിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഈ ആത്മാവിൽ ദരിദ്രരാണ് എന്ന ബോധ്യമുള്ളവർക്ക്, അത് സമ്മതിക്കുന്ന മനുഷ്യർക്കാണ് ദൈവവിഷയമായി സമ്പന്നരാകാൻ സാധിക്കുക. ഞാനതിനെ വിശദമാക്കാം. ഇവിടെ ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ ദരിദ്രർ എന്നതിന് ഉപയോഗിച്ച ആ വാക്ക് ടോക്കോസ് എന്ന് പറയുന്നൊരു വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ. സാധാരണ അന്നന്ന് ജോലിയെടുത്ത് കുടുംബം കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ജീവിത ചെലവ് നടത്തി പോകുന്ന ആളുകളെ നമ്മൾ ദരിദ്രരെന്ന് പറയാറുണ്ട്. പക്ഷേ അവർക്ക് ഉപയോഗിക്കുന്ന വാക്കല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതും വലുതുമായ ഏതാവശ്യത്തിനും കൈനീട്ടി അവരുടെ ആവശ്യങ്ങൾ നടത്തേണ്ടി വരുന്ന ഒരു യാചകൻ്റെ സ്ഥിതിയിലുള്ള, സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ആ അവസ്ഥയെ കുറിക്കാനാണ് ഇവിടെ ഈ ടോക്കോസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമുമ്പാകെ നിന്നുകൊണ്ടൊരു മനുഷ്യൻ, കർത്താവെ ഞാൻ ശൂന്യനാണ്, എനിക്ക് സ്വന്തമായ യോഗ്യതകളില്ല, എനിക്ക് സ്വന്തമായിട്ടുള്ള ആത്മീയതയില്ല, എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭക്തിയില്ല, ഒരു നീതിയില്ല എന്ന് സമ്മതിക്കുന്ന, ഞാൻ ശൂന്യനാണ്, ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റുപറയുന്ന, അത് സമ്മതിക്കാനായിട്ടുള്ള താഴ്മയുള്ള മനുഷ്യനെ ആത്മാവിൽ സമ്പന്നനാക്കി തീർക്കുന്നവനാണ് ദൈവം. ഇത് സമ്മതിക്കാനായിട്ടുള്ളൊരു മനസ്സിനാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ അങ്ങനെയുള്ളവരാണ്. കർത്താവെ ഞാനൊരു പാപിയാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ ഏഴയാണ്, ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത്. ദാവീദ് രാജാവിനെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ മഹത്വാനായ രാജാവ്, അനവധി സമ്പത്തിന് ഉടമയായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം സങ്കീർത്തനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ദരിദ്രനാകുന്നു എന്നാണ്, ഞാൻ നിൻ്റെ ദാസിയുടെ മകനാകുന്നു എന്നാണ്. എത്ര നിസാരനായിട്ട് തന്നെ ദാവീദ് കാണുന്നു. എവിടെ? ദൈവത്തിൻ്റെ മുമ്പാകെ താൻ നിൽക്കുമ്പോൾ താൻ രാജാവ് എന്ന മഹത്വമില്ലാത്തവനാണ്, മനുഷ്യരിൽ ശ്രേഷ്ഠൻ എന്നുള്ള സ്ഥാനമില്ലാത്തവനാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ വെറും ദരിദ്രനായി നിൽക്കുന്ന, ആ ദൈവത്തിങ്കിലേക്ക് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നോക്കുന്ന ഒരു സ്ഥിതിയിലാണ് ദാവീദ് തന്നെ കാണുന്നത്. അതാണ് ആത്മാവിൽ ദരിദ്രനായൊരു മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? നമ്മുടെ ഉള്ളിലെ സ്ഥിതി എന്താണ്? നമ്മളൊക്കെ പലപ്പോഴും എനിക്ക് ഒരു ഭക്തി ജീവിതമുണ്ട്, ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്, അത്യാവശ്യം നീതിയോടെയൊക്കെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്, അത്യാവശ്യം പള്ളിക്കാര്യങ്ങളും അമ്പലത്തിലെ കാര്യങ്ങളും മറ്റ് മതപരമായ ആചാരങ്ങളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു ആത്മീക ജീവിതം എനിക്കുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ആത്മാവിൽ ദരിദ്രർ എന്ന അവസ്ഥയിൽ ഉള്ളവരല്ല എന്ന് പറയേണ്ടി വരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പുകഴ്ചയായിട്ട് പറയുവാനായിട്ട് ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്നവനാണ് ആത്മാവിൽ ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ലവോദീക്യ സഭയ്ക്ക് കർത്താവ് ഒരു എഴുത്ത് എഴുതാനായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ അത് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുമ്പോൾ അതിനകത്ത് ലവോദീക്യയിലുള്ള മനുഷ്യരുടെ ചിന്തയെക്കുറിച്ച്, അവരുടെ മനോഭാവത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. വെളിപ്പാട് 3:17 വാക്യം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കുവാൻ കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പോൾ ലവോദിക്യ സഭയിലെ മനുഷ്യരുടെ ചിന്താഗതി എന്തായിരുന്നു? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് അവരെക്കുറിച്ച് തന്നെ മനസ്സിലാക്കിയ കാര്യം. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുന്നത്, എനിക്ക് വീടുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അത്യാവശ്യം പണമുണ്ട്, എനിക്ക് വാഹനങ്ങളുണ്ട്, എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായി, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ സമ്പന്നനാണ്, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, കർത്താവ് നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള ഈ മോടിയിലേക്കൊന്നും അല്ല, നമ്മുടെ പുറമേയുള്ള സമ്പത്തിലേക്കൊന്നും അല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് നോക്കിയിട്ട് പറയുകയാണ്, നീ വാസ്തവത്തിൽ സമ്പന്നനല്ല, നീ വാസ്തവത്തിൽ ദരിദ്രനാണ്. നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് നിനക്ക് തോന്നും, പക്ഷേ നീ നഗ്നനാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് നീതി വസ്ത്രമില്ല,
നിനക്ക് വിശുദ്ധിയുടെ ഒരു വസ്ത്രമില്ല, നിനക്ക് സൽപ്രവർത്തികളുടെ ഒരു വസ്ത്രമില്ല, ദൈവമുമ്പാകെ സ്വീകാര്യമായ ഒരു വസ്ത്രം നിനക്കില്ല എന്ന ദൈവം കാണുന്നത്. നീ കാണുന്നവനാണ്, കാഴ്ചയുള്ളവനാണ് എന്ന് നീ പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ കാണേണ്ട കാര്യങ്ങൾ കാണുവാനുള്ള കാഴ്ചയില്ലാത്തവനാണ് നീ. അതിനുള്ള മരുന്ന് ഞാൻ തരാമെന്നാണ് ദൈവം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ തന്നെ സമ്പന്നരാണ് എന്ന് ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമ്മുടെ പുറമേയുള്ള സമ്പന്നതയെക്കുറിച്ചല്ല, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ച് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി ദൈവമുമ്പാകെ നമ്മുടെ ഒന്നുമില്ലായ്മ സമ്മതിക്കുവാനായിട്ട്, ദൈവമുമ്പാകെ താഴുവാനായിട്ട് മനസ്സുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മെ ആത്മാവിൽ സമ്പന്നരാക്കി തീർക്കും. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുകയാണ്, അവിടുന്ന് സമ്പന്നനായിരുന്നു, സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, സർവ്വവിധ തേജസ്സിലും മഹത്വത്തിലും വാണിരുന്ന ദൂതന്മാരുടെ ആരാധനകളുടെ മധ്യേ ഇരുന്ന ഈ പുത്രനായ കർത്താവ് ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരാശാരി കുടുംബത്തിലേക്ക് ജനിച്ചു വീണു. യാതൊരു വിധത്തിലുള്ള സൗഭാഗ്യങ്ങളുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ അവിടുന്ന് ഈ ഭൂമിയിൽ വളർന്നു. ആശാരി പണിയെടുത്ത് 30 വയസ്സ് വരെ ജീവിച്ചു. എന്തിനു വേണ്ടിയാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മെ സമ്പന്നരാക്കുവാൻ, നമ്മെ ആത്മാവിൽ സമ്പന്നരാക്കുവാൻ, ദൈവമുമ്പാകെ നമ്മെ സമ്പന്നരാക്കുവാൻ കർത്താവായ യേശുക്രിസ്തു സ്വയം ശൂന്യനാക്കി, സ്വയം ദരിദ്രനാക്കി ഒരു മനുഷ്യൻ്റെ, ഒരു ദാസൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ്. നമ്മളെ സമ്പന്നരാക്കുവാൻ, നമ്മുടെ ആത്മീക ദാരിദ്ര്യത്തെ മാറ്റി, ദൈവമുമ്പാകെയുള്ള നമ്മുടെ ആ താഴ്ന്ന അവസ്ഥയെ മാറ്റിയിട്ട് നമ്മെ ആത്മാവിൽ നിറവുള്ളവരാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിച്ച് ഈ ചിന്ത അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യ അവസ്ഥ, ആ ദാരിദ്ര്യ അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പാപമാണ്, പാപ സ്വഭാവമാണ്. ആ പാപം വരുത്തി വെച്ച ആത്മീകമായിട്ടുള്ള മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിനെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പാപം ചെയ്യുന്ന മനുഷ്യർ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തിൽ നിന്ന് വേർപെട്ട് ആത്മീകമായി മരണത്തിൻ്റെ അവസ്ഥയിലാണ്. അതുമാത്രമല്ല, അവരുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ആത്മാവ് ആത്മീകമായി ജീവനില്ലാത്ത അവസ്ഥയിലാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിവില്ലാത്ത അവസ്ഥയിലാണ്, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിവില്ലാത്ത അന്ധമായിട്ടുള്ള ഒരവസ്ഥയിലാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. ഈ മരിച്ചിരിക്കുന്ന, ഈ അന്ധമായിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിന് ആത്മീകമായ സത്യങ്ങളെ കേട്ടു മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവില്ല എന്ന് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഭോഷത്വമാകുന്നു. അതായത് ആത്മീക മരണത്തിൽ വസിക്കുന്ന മനുഷ്യന് ആത്മീകമായ ദൈവിക സത്യങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള കഴിവില്ല, അവയെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് ഇല്ലാത്തവനാണ്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മീക ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ തിരിച്ചറിയാൻ കഴിവില്ലാതെ, ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിവില്ലാതെ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിവില്ലാതെ, പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അന്ധമാക്കിയിരിക്കുന്ന മനസ്സുള്ളവരായ മനുഷ്യർ ഈ ആത്മീക ദാരിദ്ര്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുവാൻ കഴിവില്ലാത്തവരാണ്. ആ ദാരിദ്ര്യസ്ഥിതിയെ മാറ്റി എഴുതുവാനായിട്ട് ആത്മീക സമ്പന്നതയിലേക്ക് വരുവാൻ മനുഷ്യന് പ്രാപ്തിയില്ലാത്ത അവസ്ഥയിലാണ്, അവൻ ആത്മീക മരണത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ
നമ്മളെ ആത്മീക സമ്പന്നരാക്കി തീർക്കുന്ന യേശുക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ യേശുക്രിസ്തു നൽകുന്ന ആത്മീക സമ്പന്നത സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളിതുവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആത്മീകമായൊരു ദാഹത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടുള്ളൊരു താല്പര്യം ജനിക്കുന്നുണ്ടെങ്കിൽ, ഈ രക്ഷയിലേക്ക് അല്ലെങ്കിൽ ആത്മീക സമ്പന്നതയിലേക്ക് വരുവാൻ നിങ്ങളുടെ ഉള്ളിലൊരു താല്പര്യം നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഒരു പുതിയ ജനനത്തിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നൽകുന്ന വീണ്ടും ജനനം അഥവാ പുതുജനനം പ്രാപിച്ച് ഈ ആത്മീക സമ്പന്നതയിലേക്ക് വരുവാനായിട്ട് ദൈവം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ മറികടന്നു പോകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംവാദിക്കുന്നുവെങ്കിൽ ആ ശബ്ദത്തെ നിങ്ങൾ കേട്ടില്ല എന്ന് വെക്കരുത്. കർത്താവിൻ്റെ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനായിട്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കും എന്നതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ദാരിദ്ര്യ അവസ്ഥ പരിഹരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കി ആത്മാവിൽ സമ്പന്നരായി തീരുവാനായിട്ട് നിങ്ങൾക്കിടയായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ ആത്മാവിൽ സമ്പന്നരാക്കുന്നത്. ആ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ആത്മീക ദാരിദ്ര്യാവസ്ഥ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ അത് കാൽവരിയിലെ ക്രൂശിൽ അവിടെ നിന്ന് അർപ്പിച്ച പാപപരിഹാര യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മീക മരണത്തിന് വിധേയപ്പെട്ട് കിടക്കുന്ന മനുഷ്യരായ നമ്മുടെ ആ പാപങ്ങളെ പരിഹരിച്ച് നമുക്ക് ജീവൻ നൽകുവാൻ, നമ്മെ ദൈവവിഷയമായി സമ്പന്നരാക്കി തീർക്കുവാൻ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്നും കർത്താവ് എങ്ങനെയാണ് നമ്മളെ ആത്മീകമായി സമ്പന്നരാക്കിയതെന്നും ആ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തതെന്നും അതെങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നവനാണ് വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രരായ മനുഷ്യർ. അങ്ങനെ ആത്മാവിൽ ദരിദ്രരായ മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരൊരിക്കലും പറയുകയില്ല, കർത്താവേ, എൻ്റെ നീതി പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ സൽപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ കുലമഹിമയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നൊരിക്കലും പറയുകയില്ല. അവർ പറയുന്നത്, കർത്താവേ, ഞാൻ ശൂന്യനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ആത്മാവിൽ മരണമുള്ളവനാണ്, എന്നെ ജീവിപ്പിക്കുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ, എന്നെ ഒരു ദൈവവൈതലാക്കി തീർക്കുവാൻ കർത്താവെ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ദൈവസന്നിധിയിൽ താഴ്ന്ന് പറയുന്നവനാണ് ഈ ആത്മാവിൽ ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ. ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് എന്ന് സമ്മതിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷ കൊണ്ട് അലങ്കരിക്കുവാൻ, ആ രക്ഷ സമ്മാനമായി തന്ന് അവനെ സമ്പന്നനാക്കുവാൻ, അവനെ ദൈവ മകനാക്കുവാൻ ദൈവത്തിന് മനസ്സാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കാണുക. കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച ഈ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക. അവിടുന്ന് മരിച്ചത് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടിയാണ്. ഈ യേശുവിനെ രക്ഷകനായി ഏറ്റെടുക്കുവാനുള്ള താഴ്മ ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ ദരിദ്രനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട്, ദരിദ്രയാണെന്ന് സമ്മതിച്ചുകൊണ്ട്, കർത്താവെ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ, എന്നെ ആത്മാവിൽ ദൈവവിഷയമായി സമ്പന്നനാക്കണമേ എന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള എല്ലാവരെയും കർത്താവ് ആത്മീകമായ നന്മകളാൽ നിറയ്ക്കട്ടെ, രക്ഷയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്.
എന്നാൽ ആരാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആത്മാവിൽ ദരിദ്രരായവർ ആണ്. എന്ന് പറഞ്ഞാൽ നാം കേട്ട് കഴിഞ്ഞു, ഞാനൊരു പാപിയാണ്, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ് എന്ന് ചിന്തിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയവും താഴ്മയുമുള്ള ആളുകൾക്കാണ് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല യാതൊരു വ്യത്യാസവുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം മനുഷ്യനെക്കുറിച്ച് പറയുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന സത്യമാണ്. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതിയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരുന്ന, ആ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്കാണ് രക്ഷ സാധ്യമാകുന്നത്. ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഇത്ര സുന്ദരമായിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞാനൊരു പാപിയാണ് കർത്താവേ എന്ന് സമ്മതിച്ച് അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയത്തിൽ അംഗീകരിച്ച് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായും രക്ഷിക്കപ്പെടുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോട് സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി നന്ദിയോട് സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ ഞങ്ങളെ കേൾപ്പിച്ചത്. അതെ, പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് മാനസാന്തരത്തിനായി കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷയുണ്ട് എന്നുള്ള വചനത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിച്ച് ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം